ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 റെസിപ്പി ഞാനതിൽ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചീരത്തോരനായിട്ടാണ് കേട്ടോ. ചീര ഇഷ്ടപ്പെടാത്തവരൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ അതിലോട്ട് 2 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വന്നൊരു അതിലോട്ട് 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഏകദേശമൊക്കെ വിട്ട് കിട്ടിയിട്ട് നമ്മൾ എഗ്ഗൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ചീര കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ചീരയിലോട്ടും ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എഗ്ഗിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പൊടിയാണ് കേട്ടോ. നല്ല മധുരമുള്ളൊരു പൊടിയാണ്. അതായത് റൈസും കാഷ്നട്ടും ബദാമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പൊടിയാണ്. ഒരുപാട് കാലം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അത് പൂത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, വെള്ളം നനവില്ലാണ്ട്. അതുപോലെ നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ വരാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൈസ് കഴുകി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കാഷ്നട്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അവിലാണ് അടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അത് നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ റൈസ് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അവിൽ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ബദാമാണ് കേട്ടോ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കടല റോസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ കടല ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. കടല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ. അതിനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടി 2 ശർക്കര ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ നന്നായിട്ട് കഴുകി ക്ലീനാക്കിയ ശേഷം നമുക്ക് എല്ലാം ഒന്ന് എല്ലാ വശത്തേക്കും മധുരമാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലം നമുക്കത് ഉപയോഗിക്കാം. ഗൾഫിലോട്ടും ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.